ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മുത്തങ്ങ കാട് കാണാൻ പോകും കേട്ടോ. പോകുന്ന വഴിയിൽ തന്നെ വഴിയിൽ തടസ്സമായിട്ട് ഒരു ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും അവിടെ സ്റ്റോപ്പ് ചെയ്ത്, അപ്പോൾ പഴയൊരു വീഡിയോയിൽ വന്നിരുന്നല്ലോ, കാട്ടുന്ന ഒരാളെ ഓടിപ്പിച്ച് അയാൾ വീഴൊക്കെ ചെയ്യുന്ന ആ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും കാട്ടിലൂടെ പോകാൻ പേടിയാണ്. അപ്പോൾ ആന റോഡിലൂടെ തന്നെ വരുന്ന ഒരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വണ്ടി തിരിച്ച് വിടുകയാണ്. ഇതാ മരത്തിൻ്റെ ഇടയിൽ കൂടെ ആനനെ കാണുന്നുണ്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ഒരു KSRTC വരുന്നുണ്ട്. അപ്പോൾ ഈ ആനകൾക്ക് KSRTCയും വലിയ ലോറിയും ഒക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാന്ന് പറയുന്നേക്കാം. അപ്പോൾ റോഡിലൂടെ എല്ലാ വാഹനത്തിനെയും പേടിപ്പിച്ചുകൊണ്ട് ആന വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മൈസൂർ ഭാഗത്തു നിന്നൊരു ബസ് വന്ന്, അപ്പോൾ ആന പേടിച്ചിട്ട് വേഗം കാട്ടിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ആ കാട്ടിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന കാട്ടിലേക്ക് എത്തിട്ടോ. നമ്മളെല്ലാവരും വണ്ടി തിരിച്ച് പോരാൻ നോക്കുകയായിരുന്നു. അപ്പോൾ ആന കാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കുറച്ച് ധൈര്യമായി. അപ്പോൾ എല്ലാവരും വണ്ടി പിന്നെ വീണ്ടും തിരിച്ചു വിട്ടു മൈസൂരിലേക്ക് തന്നെ. ഞങ്ങൾ ഗുണ്ടൽപേട്ടേക്ക് പോകും കേട്ടോ. കാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഉച്ച കഴിഞ്ഞാൽ കാട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാം. അപ്പം അങ്ങനെ ഇതൊരു ഒറ്റക്കൊമ്പനാട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയായി. കൊമ്പനാനേനെ ഭയങ്കര പേടിയല്ലേ. ആനതാ കാട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ പോകുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞാൽ നമ്മളടുത്ത് എത്തും. വേഗം പോവുകയാണെങ്കിൽ അങ്ങനെ ആനേനെയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കാട്ടിൽ തണുപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ കാണാം. നമ്മൾ കുറച്ച് മാനിനെ കണ്ട്. അപ്പോൾ ഇതൊരു പിടിയാനയാട്ടോ. ഇതാർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ആക്കുന്നില്ല. അതിങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ ഒന്ന് അതിനെയും വീഡിയോ എടുത്ത് അങ്ങനെ പോയി. കാട്ടുപന്നീനെ കണ്ട് ദൂരം ചെന്നേരം കുറച്ച് മൃഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടോ. അതിനെ കണ്ട് പേടിച്ചിട്ട് എല്ലാവരും വേഗം വണ്ടി വിട്ടിട്ടുണ്ട്. കാട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാം. കാട്ടിലൊന്നും നിർത്താൻ പാടില്ല എന്നാണ്. വണ്ടികളൊന്നും നിർത്തി നമുക്കൊന്ന് ഇറങ്ങി നോക്കാൻ പോലും പാടില്ല. ഫൈനും അടയ്ക്കണം. കേസും കേട്ടോ. ഇവിടെ കുങ്കിയാനകളുണ്ട്. അതിൻ്റെ കൂടെ ആളുകളും ഉണ്ട് കേട്ടോ. അവർ കുളിപ്പിക്കാൻ കൊടുക്കുന്നതാ തോന്നുന്നു. അവിടെ ചെറിയൊരു പുഴയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോയി. കാട്ടിൽ നിർത്താൻ പാടില്ല. മൃഗങ്ങളെ കണ്ടാൽ നമുക്ക് കണ്ടുകൊണ്ട് പോകാമെന്നല്ലാതെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പാടില്ല. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കാട്ടിലൂടെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. 20 വർഷം മുൻപൊക്കെ ഞങ്ങൾ കാട്ടിലൂടെ വരുമ്പോൾ നമ്മൾ മൃഗങ്ങളെയൊക്കെ എന്നല്ല, ആനേനൊക്കെ കുറച്ച് ദൂരെ കണ്ട റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പം പറ്റില്ല കേട്ടോ.